നമസ്കാരം. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ IPL പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ പരാജയത്തിന്റെ യഥാർത്ഥ കാരണം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് നായകൻ സഞ്ജു സാംസൺ. ഒപ്പം കളിയിലെ ടേണിംഗ് പോയിന്റ് എന്തായിരുന്നുവെന്നും അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരിക്കുകയാണ്. 58 റൺസിന്റെ വൻ പരാജയത്തിന് ശേഷം പോസ്റ്റ് മാച്ച് ഷോയിൽ സംസാരിക്കുകയായിരുന്നു റോയൽസ് നായകൻ. ഈ സീസണിൽ റോയൽസിന് നേരിട്ട മൂന്നാമത്തെ പരാജയം കൂടിയാണിത്. 5 മത്സരങ്ങളിൽ നിന്നായി 3 പരാജയവും 2 ജയവുമാണ് ഇപ്പോൾ റോയൽസിന് ഉള്ളത്. 218 റൺസിന്റെ വെല്ലുവിളി ഉയർത്തുന്ന ടോട്ടലാണ് റോയൽസിന് ശുഭ്മൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൻസ് നൽകിയത്. പക്ഷെ കാര്യമായി പൊരുതാൻ പോലും ആകാതെ 19.2 ഓവറിൽ 159 റൺസിന് റോയൽസിന്റെ എല്ലാ ബാറ്റർമാരും കൂടാരം കയറുകയായിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ റൺ ചേസിലെ ടേണിംഗ് പോയിന്റ് തന്റെ പുറത്താകലാണെന്ന് സഞ്ജു സാംസൺ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇത് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ടീമിന് വിജയിക്കാൻ കഴിയുമായിരുന്നുവെന്നും അദ്ദേഹം പറയുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസിന് ഈ മത്സരത്തിൽ 15 മുതൽ 20 റൺസ് അധികം നേടാൻ കഴിഞ്ഞു. ഇത് തങ്ങളുടെ ബൗളിംഗ് കാരണമാണ്. റൺ ചേസിൽ തങ്ങൾ എപ്പോഴെല്ലാം ബാറ്റിംഗിൽ സ്ഥിരത ആഗ്രഹിച്ചോ അപ്പോഴെല്ലാം വിക്കറ്റുകൾ നഷ്ടമായിക്കൊണ്ടിരുന്നു. താനും ഷിംറോൺ ഹെറ്റ്മേയറും ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കവേ തങ്ങൾക്ക് ചേസ് ചെയ്യാവുന്ന സ്കോറായിരുന്നു ഇത്. പക്ഷേ തൻ്റെ വിക്കറ്റ് കളി മാറ്റിയതായും സഞ്ജു വ്യക്തമാക്കി. 28 പന്തിൽ 41 റൺസ് നേടിയാണ് അഞ്ചാമനായി സഞ്ജു പുറത്തായത്. 4 ഫോറുകളും 2 സിക്സറുകളും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നു. 5-ാം വിക്കറ്റിൽ സഞ്ജുവും ഹെറ്റ്മേയറും ചേർന്ന് 48 റൺസിന്റെ കൂട്ടുകെട്ട് ഉണ്ടാക്കി. ഇതോടെ റോയൽസിന്റെ ടോട്ടൽ 13-ാം ഓവറിന് മുമ്പ് തന്നെ 100 കടക്കുകയും ചെയ്തു. ടീം ടോട്ടൽ 116-ൽ വെച്ചാണ് പ്രസിദ്ധ് കൃഷ്ണ ഇറങ്ങിയ 13-ാം ഓവറിൽ സഞ്ജു പുറത്തായത്. തേർഡ് മാനിലേക്ക് ഷോട്ടിന് ശ്രമിച്ച അദ്ദേഹത്തെ സായ് കിഷോർ സിമ്പിൾ ക്യാച്ചിലൂടെ മടക്കുകയായിരുന്നു. രാജസ്ഥാൻ റോയൽസിന്റെ കനത്ത പരാജയത്തിന് പ്രധാനമായും തന്റെ ബൗളിംഗ് നിരയായിരുന്നു രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജു വിമർശിച്ചത്. പ്രത്യേകിച്ചും ഡെത്ത് ഓവറിലെ ബൗളിങ്ങിനെ കുറിച്ച് ടീം ഗൗരവമായി ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കളിയുടെ തുടക്കത്തിൽ തങ്ങൾ നന്നായി തന്നെ പന്തെറിഞ്ഞു. ജോഫ്ര ആർച്ചർ ബൗൾ ചെയ്യുന്ന രീതിയും ശുഭ്മൻ ഗില്ലിന്റെ വിക്കറ്റുകൾ എടുത്തതുമെല്ലാം മികച്ചതായിരുന്നു. പക്ഷെ ഡെത്ത് ഓവറിലെ ബൗളിങ്ങിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട് എന്നത് ആവശ്യമാണ്. ഇനിയുള്ള മത്സരങ്ങളിൽ മെച്ചപ്പെട്ട തിരിച്ചുവരവ് നടത്തുകയും വേണമെന്ന് സഞ്ജു പറഞ്ഞിരിക്കുകയാണ്. ടോസിന് ശേഷം ബൗളിംഗ് തിരഞ്ഞെടുത്ത തന്റെ തീരുമാനം തെറ്റായിരുന്നുവെന്ന് തോന്നുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. മത്സരങ്ങൾ തോറ്റു കഴിയുമ്പോൾ ടോസിനെ കുറിച്ചും ചർച്ചകൾ വരും. ആദ്യം ബാറ്റ് ചെയ്യണമെന്നായിരുന്നു എന്നും ചേസ് ചെയ്യണമെന്നായിരുന്നു എന്നും എല്ലാം അഭിപ്രായങ്ങളുണ്ടാകും. തങ്ങൾ ഈ മത്സരത്തിൽ ഇതേ സാഹചര്യത്തിൽ പ്രതീക്ഷിച്ചതാണ്. ഇത് വളരെ മികച്ച പിച്ചായിരുന്നു. തങ്ങൾ സാഹചര്യങ്ങളെ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ചേസിങ്ങിലൂടെ വിജയങ്ങൾ നേടുന്ന ടീമായി മാറാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതായും സഞ്ജു കൂട്ടിച്ചേർത്തു. ഞായറാഴ്ച വൈകിട്ട് 3:30 ഹോം ഗ്രൗണ്ടായ ജയ്പൂരിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെയായിട്ടാണ് റോയൽസിന്റെ അടുത്ത മത്സരം.